ഹായ് ഫ്രണ്ട്സ്, ഞാൻ അമ്പലത്തിൽ പോകട്ടോ. പിഷാരി രാവിലെ ഒരു 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും മോനും അമ്മയും പിന്നെ ബ്രദറും ഉണ്ട് കേട്ടോ കൂടെ. അവിടെ എത്തിയേക്കുമ്പോൾ വലിയ തിരക്കൊന്നും കണ്ടില്ല. പക്ഷേ ഉള്ളിൽ റെസീറ്റ് മുറിക്കാൻ പോയിടത്തിലാണ് വലിയ തിരക്ക്. അവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നൊന്നും വരുത്തണ്ടാവില്ലാന്ന്. ഇപ്പോൾ ഏട്ടൻ വന്നിട്ട് പറഞ്ഞ് ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയാണെങ്കിൽ അപ്പുറത്ത് നിന്നുണ്ട് വഴിപാട് എടുക്കാമെന്നാണ്. അപ്പോൾ അവിടെ പോയി എടുത്ത് വഴിപാടിനായിട്ട് തേങ്ങ വാങ്ങാൻ പോയി കേട്ടോ. തേങ്ങയൊക്കെ വന്ന് ഉള്ളിൽ പോയി തൊഴുത് പുറത്തെത്തിയേക്കുമ്പോൾ ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്ക് വഴിപാട് ഏൽപ്പിക്കുന്നിടത്തിൽ. അപ്പോൾ അവിടെ കുറച്ച് കാത്തുനിന്നു തേങ്ങയൊക്കെ മുട്ടിച്ച് പ്രസാദം വാങ്ങാൻ നിന്ന് കേട്ടോ. പ്രസാദം വാങ്ങുന്നിടത്ത് വലിയ തിരക്കില്ല, പക്ഷേ പായസം വാങ്ങുന്നിടത്തിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ പായസമൊക്കെ വാങ്ങി ഞാൻ പുറത്തേക്ക് എത്തിയേക്കുമ്പോൾ അമ്മയും മോനെയും കാണുന്നില്ല. ഓൻ വാശി പിടിച്ചിട്ട് അമ്മ ഓന് കളിക്കുന്ന വാങ്ങാൻ പോയ കേട്ടോ. അപ്പോഴാണ് എന്നെ വേഗം വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവിടെ കുറേ എച്ചിമാരല്ല അമ്മൂമ്മമാർ അവിടെ നിന്ന് ജപിക്കുന്നതാണ്. അപ്പോൾ അവിടെ കുറച്ച് നിന്ന് ജപമൊക്കെ കേട്ടു. പിന്നെ തിരിച്ച് ഞാളങ്ങ് പോന്നു കേട്ടോ. ജിത്തു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല, ഓൻ പുറത്ത് വണ്ടിയിലാണുള്ളത്. അങ്ങനെ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോയി. വണ്ടീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മെബി പറയുന്നുണ്ട് അമ്മ നമുക്ക് കുളത്തിൻ്റെ അടുത്തേക്ക് പോകാമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ അവിടെ പോയി കേട്ടോ. അവൻ അവിടെ നിന്ന് കാലമൊക്കെ കേൾപ്പിച്ചു അതിന്. അപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ട് മൂപ്പർക്ക്. ഞങ്ങൾ കുളത്തിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. അവിടെ കുറച്ച് പേരൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് കുളത്തിൻ്റെ അവിടെ കാലമൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി മോൻ്റെ കാലമൊക്കെ കേൾപ്പിച്ച്. അവിടെ അങ്ങൊരു പ്രതിമ കാണുന്നുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ നടുവിൽ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ റെയിൽവേ ക്ലോസ്ഡ് ആട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിലൊക്കെ കയറി ചായ കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി.